അഹോരാത്രം. നിങ്ങളൊരു പുതിയ സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള IBA പറയാനായിരുന്നു. നിങ്ങളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. എല്ലാ വ്യവസായ സംരംഭങ്ങളും എളുപ്പത്തിൽ ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് നിയമങ്ങളെല്ലാം പരമാവധി സിംപ്ലിഫൈ ചെയ്യും. എന്നാൽ നിയമവിധേയമായിരിക്കണം. റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ്, റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് സർക്കാർ ഒപ്പുണ്ടാവില്ല. എന്നാൽ ഞങ്ങൾ കണ്ടൊരു ഭാഗം തുടക്കത്തിൽ നിയമത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്, പണ്ടേ നിൽക്കുന്നതാണ്. ചട്ടത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുപോലാണ് വന്നാൽ ആ വന്നാളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കില്ല. എന്നാൽ ആ പ്രശ്നം അഭിമുഖീകരിക്കുന്ന എല്ലാവരുടെയും പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ പ്രശ്നമായിട്ട് വരുമ്പോൾ അത് പൊതുപ്രശ്നമാണെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കും. ആ പ്രശ്നം അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും ആശ്വാസിക്കാവുന്ന പൊതുവായ മാറ്റം നിയമത്തിന്റെ ചട്ടത്തിൽ വരും. അതിന് ഞങ്ങൾ വ്യക്തിഗത എല്ലാ വിഭാഗമായുമായി ചർച്ചകൾ നടത്തി കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രശ്നം പ്രധാനമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. തദ്ദേശ സ്ഥാപനം വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നത് കേസ് മാറ്റം, പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, നമ്മുടെ തന്നെ സ്വന്തം ഉൽപ്പന്നമാണ്. ഈ ലാൻഡ് എവിടെ കിടക്കുന്നു അറിയാൻ പറ്റും. കമേഴ്സിലാണ്, ഇൻഡസ്ട്രിയിലാണ്, റെസിഡൻസിലാണ്. ഇവിടെ എത്ര നിലകളെ കെട്ടിടം പണിയാം, അത് ആപ്പ് പറഞ്ഞു തരും. അറിയാം ഇത് ഏതിൽ പെടും, ഏത് കാറ്റഗറി പെടും, എത്ര കെട്ടിടം ഇവിടെ പണിയാം, എത്ര ദൂരം കൊടുക്കണം, ഇത് അതിൽ തന്നെ അറിയാൻ പറ്റും. അപ്പം നിയമവിധേയമായി നടത്തുന്നവർക്കെല്ലാം ഈ ആപ്പ് വളരെ സൗകര്യപ്രദമാണ്. പിന്നെ ലൈസൻസ്, നമ്പറിങ് എല്ലാം മൊബൈൽ ആപ്പ് വഴി കഴിയുമ്പോൾ അതാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള K-Smart എന്നുള്ള LSCയുടെ ആപ്ലിക്കേഷൻ. അതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ട മിക്കവാറും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ ഒരു വേദിയിൽ തന്നെ മറ്റ് രണ്ട് പ്രധാന ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ISO 9001-2015 റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷന് കിട്ടിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ so really glad to share this happy news with all of you. വളരെ സന്തോഷമുണ്ട്. ഏത് കാര്യങ്ങൾക്കും ഒരുമിച്ച് നിന്നാലാണ് നമ്മൾക്ക് നേട്ടം നേടാനാവുക എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇത്രയധികം ആളുകൾ ഈ ഫീൽഡിലുണ്ടെന്നും ഇതല്ല ഇതിലധികം ആൾക്കാർ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും മിക്കവാറും ചെറുതും വലുതുമായ ഒരുപാട് പേരുണ്ട്. ഒരു വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുമ്പോഴാണെങ്കിലും, ഒരു സ്ഥലം വാങ്ങുമ്പോഴാണെങ്കിലും, മറ്റേത് പ്രവൃത്തി ചെയ്യുമ്പോഴാണെങ്കിലും, ദിവസത്തിലും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല. അപ്പോൾ
എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ തന്നെ കൂട്ടരോട് തന്നെ ചോദിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു ബിൽഡിംഗ് പണിയാനാണെങ്കിലും ഇപ്പോൾ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങാനാണെങ്കിലും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾക്ക് ആശംസ നേരുന്നു. നന്ദി, നമസ്കാരം. ആഗ്രഹത്തിലേക്ക് ഇനി ഒരു ഈ പ്രശ്നക്കുറവുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ സംസാരിച്ച എല്ലാ വ്യക്തിത്വങ്ങളും പറഞ്ഞത് real estate leads, well, you're not alone. The hustle of searching, the uncertainty of choices, and the fear of missing out on better deals, these are hurdles that even the savviest real estate enthusiasts face. But what if there was a solution that could simplify this process, making it as easy as a tap on your smartphone? Welcome to the world of Topsite, your new real estate companion. Topsite is an innovative platform that seeks to transform the way you navigate the real estate market, making it smoother, that works tirelessly to ensure you get the best deals in the market. Topsite operates on a simple yet effective premise to make real estate transactions as straightforward and stress-free as possible. It leverages advanced algorithms and an intuitive interface to provide you with real estate leads that match your exact needs. And the best part? Don't move. Download Topsite today. മലയാള സിനിമയിൽ അന്നും ഇന്നും യുവത്വം കൈവിടാത്ത താരം പത്മശ്രീ ഭരത് ലോക്കൽ മമ്മൂട്ടി. പക്ഷെ 5 വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് കുറച്ച് തപ്പാനകൾ എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. മുതിർന്ന എക്സ്പീരിയൻസ് ഉള്ള ചില ആളുകൾ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്ഥലമൊക്കെ മുൻകൊണ്ടേ കാണിച്ചു കൊടുക്കും. എടാ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവനെ മാറ്റും. ആ കണ്ട ആൾ അടുത്ത ആൾ വഴി ബിനാമി വഴി കച്ചവടം നടത്തി കമ്മീഷൻ കൊണ്ടുപോകും. ഇയാൾ ശശി. ഇതാണ് അവസ്ഥ. ആ അവസ്ഥക്ക് മാറ്റം വരിക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ IBA കൊണ്ട് ഉദ്ദേശിക്കുന്നു തോന്നുന്നത് എല്ലാവർക്കും, ഇനി തനിച്ചല്ല എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം. എല്ലാവരും ഇതിനു വേണ്ടി നടക്കുന്നതാണെന്നുള്ള ചിന്ത ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ദിശാബോധത്തോടുകൂടെ തുടങ്ങും. ഒന്നാമത്തെ കാര്യം അതാണ് പറയാനുള്ളത്. മേഖലയിലാണെങ്കിലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് പിടിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ 10-20 വർഷമായി കച്ചവടം ചെയ്തിട്ട് മൊബൈലിൽ നോക്കിയിട്ടൊന്നല്ല ഞാൻ കച്ചവടം ചെയ്ത്. ഞാൻ 40 കൊല്ലം മുമ്പ് കച്ചവടം ചെയ്യുന്ന ആളാണ്. എനിക്ക് വാട്സപ്പൊന്നും വേണ്ട എന്ന് പറയുന്ന നാട്ടിലെ പ്രായമുള്ള റിയൽ എസ്റ്റേറ്റുകാരൻ്റെ കാലം അസ്തമിച്ചു. ഇപ്പം നമ്മളതിൻ്റെ കൂടെ തന്നെ പോകണം. ലോകത്തെ ഒരു ഭീഷണി ഏറ്റവും കൂടുതലുള്ളതല്ലേ AI കേട്ടല്ലേ? AI കേട്ടില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ടെക്നിക്കൽ എക്സ്പേർട്സ് കൊടുക്കുന്നുണ്ട്. എന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ കാലത്ത് വെല്ലുവിളികളെന്ന് വെച്ചിരിക്കുന്നത്? പുതിയ കാലത്ത് വെല്ലുവിളികൾ എന്താ? ഒരു 10 വർഷത്തിനപ്പുറം ഡോക്ടർമാർക്കുള്ള ജോലി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്
AI പറയുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങളോ എനിക്കോ ഒരു പനിയോ ജലദോഷമോ അകത്തെന്തെങ്കിലും അസുഖമോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടറെ പോയി കണ്ടാൽ ആ ഡോക്ടർ എൻ്റെ അസുഖം കറക്റ്റ് പറയാനുള്ള സാധ്യത ഇപ്പോഴും 50, 60, 70% വരെയാണ് മാക്സിമം. ബാക്കി തെറ്റാനുള്ള സാധ്യത. അതിനൊരു IBM ഇറക്കിയിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഡോക്ടർ ഇറങ്ങിയിരിക്കുകയാണ്. നേരെ എഞ്ചിനീയർ നിർത്തിയിട്ട് സ്കാൻ ചെയ്യുന്നു. നിങ്ങളുടെ അണ്ടകടാഹം മുതൽ നിങ്ങളുടെ സകല ജീനുകളും റീഡ് ചെയ്യുന്നു. എല്ലാം പഠിച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് 2 വർഷം മുമ്പ് ഇന്ന അസുഖം വന്ന് മാറിയിട്ടുണ്ട്, അടുത്ത 2 വർഷം കഴിഞ്ഞ് ഇന്ന അസുഖം വരും, ഇപ്പം നിങ്ങളുടെ ബ്ലഡിൽ ഈ കൗണ്ട് കുറവ്. നാളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശരിക്കും ഞാനൊക്കെ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം ഇതിൽ എത്ര പേര് പഠിച്ചു എന്നറിയില്ല. ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിയിലും PG യിലൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത്രയും കഷ്ടപ്പാട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമില്ല. കൊളസ്ട്രോളിൻ്റെ ഫോർമുലയൊക്കെ പഠിക്കണം, ഒരു ബോർഡ് നിറയെ എഴുതാണ്ട് കംപ്ലീറ്റ് കാണാതെ പഠിക്കണം. ഇന്ന് ഞാൻ ആലോചിക്കുക എന്തിനാണ് ഞാനത് പഠിച്ചത്. വെറുതെ മൊബൈൽ എടുക്കുന്നു, ഫോർമുല ഓഫ് കൊളസ്ട്രോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരും. എന്തിനെ കുറിച്ച് നമുക്കറിയാം. ഈ ഇന്ന് പഠിക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അധ്യാപകന്റെ ജോലിക്ക് ഭീഷണിയാണ്. ഇപ്പൊ കേരളം ഈ വർഷം ഈ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന, നിങ്ങളൊക്കെ അറിവിലേക്ക് പറയാണ്, ശ്രമിക്കുന്നവരുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കൊല്ലമാണിത്. ഒരുപാട് PSC പഠിച്ചിട്ടുണ്ട്. പക്ഷെ PSC ഓഫീസും കേരള ഗവൺമെന്റ് മറ്റാളുകളും ഞെട്ടിപ്പോയ കാര്യം പറയുന്നത് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത അത്രയും അപേക്ഷ കുറവാണ്. സർക്കാർ ജോലികൾ വെരി സിമ്പിൾ ആൻസർ, വെരി സിമ്പിൾ. നല്ലൊരു കൈ കൊടുക്കും. അതാണ് കാര്യം. ഡോക്ടറുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സയ്ക്ക് ഡോക്ടർക്ക് പകരം IBM മെഷീൻ വരും. ചികിത്സ നോക്കുമ്പോൾ ഐഡന്റിഫിക്കേഷൻ മീൻസ് ഡയഗ്നോസിസ് നടത്തുമ്പോൾ എല്ലാം ചെയ്യും. പക്ഷേ നമ്മുടെ ഡോക്ടറില്ലേ പുറത്തൊന്ന് തട്ടിന് മോനെ സാറില്ല അതൊക്കെ മാറിക്കോളും എന്ന് പറയുന്ന ഒരു സാധനമല്ലേ, അതിന് ഡോക്ടർ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഈ AI ടെക്നോളജി എന്ത് വന്നു കഴിഞ്ഞാലും അതിനകത്തൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തുണ്ടാവും എന്ന് വെച്ചാൽ ബയർ സെല്ലറും ഒക്കെ ഓട്ടോമാറ്റിക്കലി നോക്കാനൊക്കെ പറ്റും. പക്ഷെ വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും ഇടയിൽ ഒരു മനുഷ്യന്റെ ഇടപെടൽ ആവശ്യം. ഒരാളെ സംസാരിക്കാൻ വേണം. അല്ലാത്ത കാലത്തോളം കച്ചവടം നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോഴും അതില്ലാതെ നടക്കുന്നവരുണ്ട്. നേരത്തെ ഓണം വിളിക്കുന്നവരും അത് വിളിച്ചു കഴിഞ്ഞാൽ അവസാനം ഡൗട്ടാണ്, അല്ലെങ്കിൽ വരുന്ന ആൾ ചെയ്യുന്നതാണോ കൊടുക്കുന്ന ആൾ ചെയ്യുന്നതാണോ. 30 തട്ടിപ്പുകളുടെ ലോകമാണോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നതാണ്. അപ്പോൾ ടോപ്പ് സൈഡ് അപ്പുറത്തെ വീട്ടിലെ ഭാര്യയോട് സംസാരിക്കാനാണ് ഇഷ്ടം കൂടുതൽ. സിമ്പിൾ ക്വസ്റ്റ്യൻ. സ്വന്തം ഭാര്യയോട് എന്നെ പറയാൻ പറ്റുന്ന ഭാര്യ ഇല്ലാത്തവർക്കൊക്കെ പറയാൻ പറ്റും. എന്താ നിങ്ങളുടെ അഭിപ്രായം? സത്യം പറഞ്ഞെന്താ? അല്ല എനിക്കറിയാം. ചോദിക്കാം, നിങ്ങൾ ഭാര്യയോട് സംസാരിക്കാനാണോ ഇഷ്ടം, അപ്പുറത്തെ ഭാര്യയോട് സംസാരിക്കണം? ഏതാ ആവശ്യം? പിന്നെ ഇതിൽ ഭയങ്കര ഫീസ് ഉണ്ടാകുന്ന കാര്യമില്ല. സത്യമായിട്ട് പറയാനുള്ള